ഇഷ്ടപ്പെട്ട സമയം ഏതാന്ന് എന്നോട് ചോദിച്ചാൽ ഈവനിങ് ഒരു ഡൗട്ടും ഇല്ല. ഈ ഈവനിങ്സ് ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ രാത്രിയാവില്ലേ, ആ ടൈം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? എന്തോ അങ്ങനെയാണ് കേട്ടോ. ഈ കുഞ്ചപ്പനുണ്ടല്ലോ കുളിയുടെ കാര്യം പറയുമ്പോൾ ഭയങ്കര മടിയെത്തിയ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഇവരെ കുളിപ്പിക്കാൻ പോവാണ്. നോറയ്ക്ക് പണ്ടങ്ങനെ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞു കേട്ടെ. പക്ഷെ ഇപ്പോൾ ആൾക്കും വെള്ളത്തിന് ചെറിയ രീതിക്ക് മടിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ കുഞ്ചപ്പനുണ്ടല്ലോ ഈ കുളിന്ന് കേട്ടാലോ അതോ നമ്മളിങ്ങനെ സംസാരിക്കുമല്ലോ ഇവരെ കുളിപ്പിക്കാൻ പോവാം, ഇതൊക്കെ ആൾക്ക് മനസ്സിലാവും. അതുപോലെ ഷാമ്പു കാണുകയാണെങ്കിൽ ഷാമ്പൂവിൻ്റെ ഈ നമ്മൾ സംസാരങ്ങളിൽ വരികയാണെങ്കിലൊക്കെ ആൾക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ എണീറ്റ് കൂട്ടിക്ക് ഓടാൻ തുടങ്ങും കേട്ടോ. പക്ഷേ കുളത്തിലൊക്കെ പോയി കുളിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെള്ളം കണ്ടാൽ പിന്നെ കയറൂല. പക്ഷെ പൈപ്പിൻ്റെ അടിയിൽ കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. അപ്പം നമ്മൾ ഇന്ന് ഷാമ്പു ഒക്കെ തേച്ച് ആളെ നല്ല കുട്ടപ്പനാക്കി ഇങ്ങനെ തേച്ചരച്ച് സെറ്റാക്കി നിർത്തിയതിന് ശേഷമാണ് കേട്ടോ നോറയുടെ അടുത്തേക്ക് പോവുക. എല്ലാത്തിനും വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര എനർജറ്റിക്കായിട്ട് ചാടി ഓടി വരുന്ന നോറ കുഞ്ചപ്പൻ്റെ മേല് വെള്ളമൊഴിച്ച് ഷാമ്പു തേക്കാൻ തുടങ്ങിയതും ആ പരിസരത്തൊന്നും ഇല്ലാതെ സൈഡിൽ കൂടെ സ്കൂട്ടായി നടക്കുകയാണ് കേട്ടോ. അങ്ങനെ പതുക്കെ അവളെയും അമ്മിന് തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോണ പോലെയാണ്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നനഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നിന്നോളും. പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അത്യാവശ്യം കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വൈകുന്നേരങ്ങളിലാവുന്ന ഒരു ചെറിയ തണുപ്പുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ കൂടി ഈ തണുത്ത വെള്ളത്തിലുള്ള കുളിയും കൂടി ആവുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. പിന്നെ അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാവാത്തത് കാരണം ഇവരുടെ ആക്ഷൻസിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ഊഹിച്ചെടുക്കണം. ഇപ്പോൾ ഈ രണ്ടുപേരും കൂടെ മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ വരുന്നത് ജാങ്കോ നീ അറിഞ്ഞാൽ ഞാൻ പെട്ടു എന്ന് പറയുമ്പോൾ മറ്റേ ആൾ ഞാൻ ഓൾറെഡി പെട്ടിരിക്കുകയാണല്ലോ എന്നൊക്കെയുള്ള ഡയലോഗ് അടിച്ച് നിൽക്കണ പോലെയാണ് കേട്ടോ. കുഞ്ചപ്പന് 10 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ അതിൻ്റേതായിട്ടുള്ള എല്ലാ ശാരീരിക പ്രശ്നങ്ങളും വയ്യായികളും അസ്വസ്ഥതകളും ഒക്കെ അവൾക്കുണ്ട്. അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. നമ്മളിങ്ങനെ ചെറിയൊരു ഡിസ്റ്റൻസിൽ നിന്ന് വിളിക്കുമ്പോൾ മാത്രമാണ് ആൾക്ക് അധികം കേൾക്കുള്ളൂ. അല്ലാതെ ചെവിക്ക് ഇങ്ങനെ ചെറിയൊരു പദം വന്നിട്ടുണ്ട്. നോറയ്ക്ക് അങ്ങനെയൊന്നുമില്ല. നോറ നല്ല ടീനേജിലാണ് കേട്ടോ. 3 വയസ്സായിട്ടുണ്ട്. അത് കാരണം തന്നെ നല്ല പെകിളിയാണ്. ചാടലും ഓടലും ബഹളവും കുഞ്ചപ്പൻ്റെ അടുത്ത് കളിയും ഒക്കെയാണ്. ഇവള് ഇങ്ങനെ കളിച്ച് ചെവിയൊക്കെ കടിച്ച് പറിക്കാനൊക്കെ പോകും കേട്ടോ കളിയുടെ ഭാഗമായിട്ട്. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കുഞ്ചപ്പൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് കിട്ടുമ്പോൾ നോറ് ഓടിപ്പോവും. ഈ കുഞ്ചപ്പൻ ഇങ്ങനെ നമ്മളിങ്ങനെ പതുക്കെ വിളിക്കുകയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആൾക്ക് എണീറ്റ് വരാനൊക്കെ ഭയങ്കര വയ്യായാണ്. അതുകൊണ്ട് തന്നെ ആൾ വാലിട്ട് ഇങ്ങനെ അടിക്കും. അത് കേൾക്കുമ്പോൾ ഭയങ്കര റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിക്ക് നമ്മളോടുള്ള ഒരു സ്നേഹം കാണിക്കാൻ ഇങ്ങനെ വാലിട്ട് അടിച്ചുകൊണ്ടിരിക്കും. ഈ കുഞ്ചപ്പനെ കുളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സോപ്പ് തേച്ച് നിർത്തിയിരിക്കുന്ന നോറ ഗ്യാപ്പ് കിട്ടിയതും ഓട്ടം കൂടിൻ്റെ അകത്തേക്ക് കേട്ടോ. ഞങ്ങൾ നോക്കി നിൽക്കുക ആൾ കൂടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒളിച്ചിരിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് വിളിച്ചിട്ടൊക്കെ വരാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി കഴിഞ്ഞ് കഴിഞ്ഞാലാണല്ലോ അവർ അടുത്ത് വരുമ്പോഴൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കുള്ളൂ. അതുകൊണ്ട് പിന്നെ ഇവർക്ക് മടിയാണെന്ന് വെച്ച് കുളിപ്പിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. രണ്ടുപേരെയും കുളിപ്പിച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് നമ്മൾ ചെറുതായി തുണിയൊക്കെ എടുത്തൊന്ന് തുടച്ച് കൊടുത്ത് ഈ ഡോഗ് സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കട്ടെ. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഗ്യാപ്പിൽ നോറ കൂടിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങി മണ്ണിലൊക്കെ ഉരുണ്ട് നല്ലൊരു കോലമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവളെ നമ്മൾ ഓസടിച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് വെള്ളത്തിൽ നനച്ചെടുക്കേണ്ടി വന്നു. കാരണം ഈ മണ്ണൊക്കെ പോവാൻ അത്ര എളുപ്പമായിരുന്നില്ല. നനഞ്ഞിരിക്കണ ഈ ബോഡിയിൽ മണ്ണൊക്കെ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും. അങ്ങനെ ഇവരെല്ലാവരെയും കുളിപ്പിച്ച് വന്നതും അമ്മിനും മൊത്തത്തിലൊന്ന് കുളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നോറയുടെ കുളി കഴിഞ്ഞ് കഴിഞ്ഞതും നോറ പിണങ്ങി. ഞങ്ങൾക്കത് കണ്ടിട്ടുണ്ടല്ലോ ഭയങ്കര ചിരി വരെയായിരുന്നു. കാരണം നമ്മൾ ജസ്റ്റ് നോറേനെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ആൾ ഓടി നമ്മുടെ അടുത്തേക്ക് വരും. അതുപോലെ തന്നെ നോറയുടെ നോ എന്ന് വിളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ആൾ മേല് കയറാൻ വന്നു കഴിഞ്ഞു. അത്രയും എന്താ പറയുക ബഗിള് പിടിച്ചിട്ട് ചാടി നടക്കുന്ന നോറയുണ്ടല്ലോ. കുറേ നേരത്തേക്ക് എന്നെക്കൊന്നുമില്ല. ഈ ചെവി ഇങ്ങനെ മൂടി പിടിച്ചിട്ടാണ് കേട്ടോ അവളെ തലയിലൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുക. ചെവിയിലുള്ളൊന്നും വെള്ളം പോകാൻ പാടില്ലല്ലോ. ഇങ്ങനെ ദയനീയമായിട്ടൊക്കെ പല രീതിക്കും അമ്മിന്നൂൻ്റെ അടുത്ത് ആൾ സ്ട്രാറ്റജി ഇറക്കേണ്ടത് എന്നെ ഒന്ന് വിടുമോ എന്നുള്ള രീതിയിൽ. പക്ഷെ ഒരു രക്ഷയില്ല. ഇങ്ങനെ കുളിപ്പിച്ച് നല്ല ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ വിട്ടിട്ടുണ്ടായിരുന്നത്. ഇനി തുടക്കലും കാര്യങ്ങളൊക്കെ ആയപ്പോഴേക്കും ആൾ ഏകദേശം കഴിഞ്ഞു. ഇന്നത്തെ ഒരു എനർജിയൊക്കെ പോയി എന്നുള്ള രീതിക്കായി. ചെറിയ രീതിക്ക് ഇങ്ങനെ തണുപ്പ് കാരണം ഒരു ചെറുതായി വിറക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ പാവം തോന്നി. പക്ഷേ എന്നാലും ആൾ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്ന പൊസിഷനിൽ നിന്ന് അനങ്ങുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ അനങ്ങാണ്ട് കുറേ നേരം ഇങ്ങനെ നിൽക്കുകയായിരുന്നു. നമ്മളിങ്ങനെ തൊട്ടൊക്കെ കൊടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനങ്ങാണ്ട് അതിങ്ങനെ ആസ്വദിച്ചിരിക്കും.
കുഞ്ചപ്പൻ അപ്പോഴേക്കും ചെറിയ രീതിക്ക് ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഞാനൊരു ഷേക്കൻ്റെ ഒക്കെ കൊടുത്തപ്പോൾ വലിയ മൈൻഡൊന്നുമില്ല, എന്നാലും ഷേക്കൻ്റെ ഒക്കെ തന്നു. കാരണം ആളും ചെറിയ വണക്കത്തില്ല, എന്നാലും എന്നെ കുളിപ്പിച്ചില്ലേ, സ്നേഹിച്ച് നിങ്ങൾ പറ്റിച്ചില്ലേ എന്നൊക്കെയുള്ള പരിഭവത്തിലാണ്. നോറ കണ്ടോ ആ ഒരു പൊസിഷനിൽ കുറേ നേരം ഇരുന്നിട്ടുണ്ട്. വിളിച്ചിട്ടൊന്നും ഒരു എനക്കില്ല. അടിപൊളിയായിട്ട് എനർജിയൊക്കെ പോയി തൊടുമ്പോൾ കിടുകിടാ വിറക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നത്തെ വൈകുന്നേരം വരെ നോറ ചെറിയ വണക്കത്തിലായിരുന്നു കേട്ടോ. പിന്നെ ആളതങ്ങോട്ട് മറന്നുപോയി. നിങ്ങളുടെ ഇടയിലുണ്ടോ ഇതുപോലെ കുളിക്കാൻ മടിയുള്ളവരൊക്കെ?